ഗുഡ് വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചാപ്റ്റർ 1 മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഡിഫൈൻ മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതെല്ലാവരും തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ മാനേജ്മെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സുകൾ. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് എ പ്രോസസ്സ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സാണ്, എക്സിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്, ഡിസിഷൻ മേക്കിങ്സ്, ലീഡർഷിപ്പ്, അതൊക്കെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഈ മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് ഏകദേശം പ്ലാനിങ്ങിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ രണ്ടിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് ഒരു സയൻസാണ്, മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആർട്ടാകാനുള്ള റീസൺ, അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ എക്സാമിന് 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ സ്കിൽസ് ആൻഡ് എബിലിറ്റി അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്രിയേറ്റിവിറ്റി വേണം അല്ലേ ആർട്ടിൽ. അതേ ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഒരു ആർട്ട് എന്ന് പറയാനായിട്ടുള്ള റീസൺ. ഇനി മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് ആർട്ട്. അപ്പോൾ സയൻസ് ആകാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്? അത് യൂണിവേഴ്സൽ എന്താണ് ആപ്ലിക്കബിലിറ്റിയാണ് അല്ലേ. യൂണിവേഴ്സലിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് സയൻസ്. മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് നമുക്ക് സയൻസ് എന്ന് പറയാം. അപ്പോൾ മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് സയൻസ് ആകാനായിട്ടുള്ള റീസൺസ് അതൊന്ന് പഠിച്ചു വയ്ക്കുക. കാരണം സയൻസിനുള്ള അതേ ഫീച്ചേഴ്സൊക്കെ തന്നെ മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയാനുള്ള റീസൺ. അടുത്ത മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയാനുള്ള സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ഉണ്ട്. അതുപോലെ തന്നെ കോൺഷ്യസ് അക്വിസിഷൻ ഓഫ് നോളേജ് ആണ്, റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രൊഫഷനിൽ വരുന്ന ഫീച്ചേഴ്സാണ്. അതേ ഫീച്ചേഴ്സ് മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റ് പ്രൊഫഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓൺവേർഡ്സിലൊക്കെ എഴുതി വയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, മാക്സിമം എഫിഷ്യൻസി, വെൽഫെയർ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, മാനേജ്മെൻറ്റ് മോട്ടിവേറ്റഡ് പീപ്പിൾസ് അല്ലേ. അതുപോലെ തന്നെ കുറേയധികം എന്തുണ്ട് ഇമ്പോർട്ടൻസ് മാനേജ്മെൻറ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ട്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ട്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ട്. ഈ 3 ലെവൽസ് നന്നായിട്ട് നോക്കുക. ഈ 3 ലെവൽസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. കാരണം നമുക്കറിയാലോ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എക്സാമ്പിളൊക്കെ എഴുതാം. അതുമാത്രമല്ല ഈ 3 ലെവൽസിൻ്റെ ഫംഗ്ഷൻസും പഠിച്ചു വയ്ക്കുക. അതായത് ടോപ്പ് ലെവൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, മിഡിൽ ലെവൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ലോവർ ലെവൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ടോപ്പ് ലെവലാണ് നമുക്കറിയാലോ പ്ലാൻസ്, ഒബ്ജക്റ്റീവ്സ്, ഗോളുകൾ അതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക, പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുക, പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മീഡിയേറ്റർ ആണ് അല്ലേ. ഇത് ലോവർ ലെവലിലെയും ടോപ്പ് ലെവലിലെയും കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ഗൈഡ്, ഡയറക്ഷൻ കൊടുക്കുക ലോവർ ലെവലിന്, കോപ്പറേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക പെർഫോമൻസ് സബോർഡിനേറ്റ്സിന്, ഇതൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് ചെയ്യുക. ടോപ്പ് ലെവൽ വരുന്ന ആരൊക്കെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജേഴ്സ് ഒക്കെയാണ് ഇതിൽ വരിക, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ വരിക. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പറയുന്നത് ഡിവിഷണൽ മാനേജറാണ്. അതായത് ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, ഇതൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ വരിക. ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഡേ ടു ഡേ വർക്ക് പ്ലാൻ ചെയ്യുന്നവരായിരിക്കും അല്ലേ. അതായത് സാധാരണ പറഞ്ഞപ്പോൾ വർക്കേഴ്സിന് തൊട്ട് മുകളിലുള്ളൊരു പോർഷനാണ് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ വർക്കുകൾ എന്ത് ചെയ്യുക, അലോട്ട് ചെയ്ത് പ്രകാരമായിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുക, വർക്കേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, മെറ്റീരിയൽ, മെഷീൻസ്, ടൂൾസിനൊക്കെ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെയാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻസ്. അതൊന്നും എല്ലാവരും നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക. പിന്നെ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് എല്ലാവരും പഠിച്ചു വയ്ക്കുക. എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് ബ്രീഫായിട്ട് എല്ലാവരും തന്നെ പഠിച്ചു വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. അത് കുറേയധികം പേര് അതിനെ ഡിഫൈൻ ചെയ്യുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഉണ്ടായത് എന്നുള്ള കുറച്ചൊരു ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ പഠിച്ചു വയ്ക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് സ്റ്റഡീസ് വരുന്നുണ്ട്. സയൻറ്റിഫിക് വർക്ക് സ്റ്റഡിക്കകത്ത് ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, അതൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റഡി ചിലപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ടൈം സ്റ്റഡി എന്താണോ അല്ലെങ്കിൽ മോഷൻ സ്റ്റഡി എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതൊന്നും എല്ലാവരും ഓർത്ത് വയ്ക്കുക. പിന്നെ ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ നമുക്കറിയാം. 14 പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അത് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ ഉണ്ട്, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഈ യൂണിറ്റി ഓഫ് കമാൻഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞോട്ട് എക്സാമിന് ചോദിച്ചതാണ് 2 മാർക്കിൻ്റെ. ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ചിലപ്പോൾ 2 മാർക്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേയിൽ 10 മാർക്കിൻ്റെ ചിലപ്പോൾ എല്ലാ പ്രിൻസിപ്പിളും ഒരുമിച്ച് ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ ഏരിയ നന്നായിട്ട് പഠിക്കുക. 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 14 പ്രിൻസിപ്പിൾ ഒന്ന് ബ്രീഫായിട്ട് എന്താണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും തന്നെ അത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്
ഈ ഒരു 14 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ഇനി എബ്രഹാം എസ് മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി മോട്ടിവേഷൻ തിയറി പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ അത് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിനകത്ത് നമുക്കറിയാം 5 നീഡ് ഹൈറാർക്കി തിയറീസിൽ 5 നീഡ്സാണ് വരുന്നത്. ഒന്ന് വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, ദ എൻഡ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പോൾ ആ നീഡ്സിനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ അത് ചോദിക്കാം. അതുപോലെ ഫെഡറിക് ഹെർസ്ബർഗിൻ്റെ മോട്ടിവേഷൻ തിയറി പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ആ ഒരു ഏരിയയിൽ നോക്കേണ്ടത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട് MBO. MBO വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞോട്ട് എക്സാമിന് ചോദിച്ചിരുന്നു. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഈസ് റിഗാർഡഡ് ടു ബി വൺ ഓഫ് ദ മേജർ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ ടു ദ മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ. മാനേജ്മെൻറ്റ് ഡിസിപ്ലിനിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരാളാണ്, ഈ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരാളാണ് പീറ്റർ എഫ് ഡ്രക്കർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ഡിഫറൻസും. മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ഡിഫറൻസ്. മാനേജ്മെൻറ്റ് ഒരു മിഡിൽ ലെവൽ ആക്ടിവിറ്റിയാണ്, അഡ്മിനിസ്ട്രേഷൻ ഒരു ടോപ്പ് ലെവൽ ആക്ടിവിറ്റിയാണ്. ഇത് ബിസിനസ് ഓർഗനൈസേഷനിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് മാനേജ്മെൻറ്റ്. അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ മോർ പോപ്പുലർ ഇൻ ഗവൺമെൻറ്, മിലിറ്ററി, എഡ്യൂക്കേഷൻ, റിലീജിയസ് ഓർഗനൈസേഷനിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ രണ്ട് നമ്മൾ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ്, നേരത്തെ പറഞ്ഞു സ്റ്റെപ്സ്, ഫീച്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എസ്സേ വരാനായിട്ടുള്ള കൂടുതൽ ചാൻസ് MBO ആണ് കേട്ടോ. MBO എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, നന്നായിട്ട് പഠിച്ചോളൂ. ചിലപ്പോൾ അതിന് 5 മാർക്ക് ക്വസ്റ്റനോ അല്ലെങ്കിൽ എസ്സേ ഉറപ്പായിട്ടും വരും. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, സ്റ്റെപ്സ്, ബെനഫിറ്റ്സ്. സ്റ്റെപ്സ് വളരെ സിമ്പിളാണ് പഠിക്കാൻ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ആക്ഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക, പീരിയോഡിക് റിവ്യൂ എടുക്കുക, പെർഫോമൻസ് അപ്രൈസൽ, ഇതൊക്കെയാണ് 4 സ്റ്റെപ്സ്. അതിൽ പെർഫോമൻസ് അപ്രൈസിൽ മാത്രമായിട്ട് ചിലപ്പോൾ 2 മാർക്കിൻ്റെ ചോദിക്കാൻ കഴിഞ്ഞ വട്ടം ചോദിച്ചിരുന്നു. പിന്നെ മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ. പിന്നെ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക. പിന്നെ MBE വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ MBM ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. സെക്കൻഡ് ചാപ്റ്റർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ, അതായത് +2 നമ്മൾ പഠിക്കുന്നുണ്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ അതിൻ്റെ ഓർഗനൈസിങ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ സ്റ്റെപ്സ് പഠിക്കുക. ടെക്സ്റ്റിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാനിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. ഓർഗനൈസിങ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. സ്റ്റാഫിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. ഡയറക്റ്റിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. കൺട്രോളിംഗ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ്. അതിൻ്റെ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം നമ്മൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യുക. രണ്ടാമത് പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുക. നാലാമത് പെർഫോമൻസും ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും നമ്മൾ കമ്പയർ ചെയ്യുക. നാലാമത് കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക എല്ലാവരും. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്താണെന്നും അതിൻ്റെ സ്റ്റെപ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. പിന്നെ പ്ലാനിങ് പ്രോസസ്സ്, അതിനാണ് സ്റ്റെപ്സ് ആയിട്ട് പറയുന്നത്. ആ സ്റ്റെപ്സ് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുക, കുറച്ച് കൂടുതൽ എഴുതി വയ്ക്കുക. അപ്പോൾ 10 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ആൻസറിനൊരു വിടുത്ത് വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ലെങ്തി ആയിട്ടുള്ള ആൻസേഴ്സ് വേണം. ഇപ്പോൾ 10 മാർക്സ് ആണെങ്കിൽ മിനിമം ഒരു 2 പുറകിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എഴുതിയിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പ്ലാനിങ്സ്, അതുപോലെ ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിഷൻ മേക്കിംഗ് ചോദിക്കും, നന്നായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്, ഇത്രയാണ് പ്ലാനിങ്ങിൽ നോക്കേണ്ടത്. പിന്നെ ഓർഗനൈസിങ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിന് ഇമ്പോർട്ടൻസ്. അതുപോലെ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും നമ്മുടെ ഡിഫറൻസ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് മാനേജ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്താണ് ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ ഡിഫറൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. പേജ് നമ്പർ 102 നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, ഡോക്ടർ K വേണുഗോപാലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 102 ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും എല്ലാവരും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. ആരും അത് സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, അതും ഇമ്പോർട്ടൻ്റ് ആണ്, അത് മേ ബി ചോദിക്കാം. അപ്പോൾ ഇതിൽ ഓർഗനൈസിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർമലും ഇൻഫോർമലും എപ്പോഴും എക്സാമിന് വരുന്നൊരു പോർഷനാണ്. പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. ചിലപ്പോൾ 5 മാർക്കിലോ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റനിലോ ചോദിക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും അതും ഇമ്പോർട്ടൻ്റ് ആണ്. പേജ് നമ്പർ 121 ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഡിവിഷണൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചറുമാണ് പിന്നെ അതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, മോട്ടിവേഷൻ. ചാപ്റ്റർ 5 മോട്ടിവേഷനാണ്.
ആണ്. മോട്ടിവേഷന് പല തിയറീസ് ഉണ്ട്. എബ്രഹാം മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി, ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, MC ക്ലെൻസിൻ്റെ അച്ചീവ്മെൻറ്റ് തിയറി, അതുപോലെ തന്നെ ഗ്രിഗോസ് തിയറി, എക്സ് ആൻഡ് തിയറി ആൻഡ് YE, അതുപോലെ തിയറി Z, വില്യംസ് ഹൗസിൻ്റെ തിയറി Z ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നോക്കണം നിങ്ങൾ എബ്രഹാം മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. അപ്പോൾ അത് അയാൾ കൂടുതൽ ഇമ്പോർട്ടൻസിനനുസരിച്ച് ഓരോ പ്രൈമറി നീഡ്സും സെക്കൻഡറി നീഡ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഓരോന്നിനും ഇമ്പോർട്ടൻസിനനുസരിച്ചാണ് ആ ഒരു മോട്ടിവേഷൻ തിയറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ തന്നെ നിങ്ങളത് പിരമിഡൊക്കെ വരച്ച് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യുക. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ശരിക്കും പറഞ്ഞ് താഴെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അത് ഓരോ നീഡ്സും എന്താണ് എന്നുള്ളത് എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് എബ്രഹാം മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി. നെക്സ്റ്റ് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിൽ നല്ലൊരു സക്സസ്ഫുൾ ലീഡറിൻ്റെ ക്വാളിറ്റീസ്, അത് പേഴ്സണൽ ട്രേറ്റ്സ് ഉണ്ടായിരിക്കണം, മാനേജറൽ ട്രേറ്റ്സ് ഉണ്ടായിരിക്കണം, ഇൻ്റലിജൻസ്, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി, സെൽഫ് കോൺഫിഡൻസ്, ഫോർസൈറ്റ് ആൻഡ് വിഷൻ, ഇനീഷ്യേറ്റീവ്, സൗണ്ട് ഫിസിക്സ്, അതുപോലെ ഡൈനാമിക് പേഴ്സണാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, എംപതി, റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ പേഴ്സണലായിട്ട് നമ്മുടെ ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട പേഴ്സണൽ ട്രേറ്റുകളാണ്. ഇതുപോലെ മാനേജറൽ ട്രേറ്റ്സുകളുണ്ട്, ടെക്നിക്കൽ നോളജ്, ഓർഗനൈസിങ് എബിലിറ്റി. ഇതെല്ലാം തന്നെ ലീഡർക്ക് ഉണ്ടായി നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ സക്സസ്ഫുൾ ലീഡർ നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. നിങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഓരോ പോയിൻറ്റ്സ് അനുസരിച്ച് നിങ്ങൾ എക്സ്പ്ലനേഷൻ ചെയ്തുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണത്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈലുകളുണ്ട്. ഓട്ടോക്രാറ്റിക് സ്റ്റൈല്, ഫ്രീ റെയിൻ സ്റ്റൈല്, പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈല്, പാറ്റേണാലിസ്റ്റിക് സ്റ്റൈല്, അതുപോലെ തന്നെ ചാരിസ്മാറ്റിക് ലീഡർഷിപ്പ്, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രീഫായിട്ട് നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ കമ്മ്യൂണിക്കേഷനാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ നേച്ചർ ഒന്ന് ഓർത്ത് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെസ്സേജസ് മസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്, മസ്റ്റ് കൺവേ സം മെസ്സേജസ് ആയിരിക്കണം. അത് മേ ബി റിട്ടേൺ ആകാം, ഓറൽ ആകാം, ജെസ്റ്റേഴ്സ് ആകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ച് വയ്ക്കുക. ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ച് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ആ ഒരു പോർഷനിൽ എക്സാമിന് വരാം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പേജ് നമ്പർ 162 പേജ് നമ്പർ 162 ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, ഇൻഫർമേഷൻ ഓവർലോഡ്, സെമാൻറ്റിക് പ്രോബ്ലം. സെമാൻറ്റിക് ബാരിയേഴ്സ് ഒക്കെ എപ്പോഴും 2 മാർക്ക് ക്വസ്റ്റിനിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഒന്നും കിട്ടാത്തവരാണെങ്കിൽ. പിന്നെ കൺട്രോളിംഗ് ആണ്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, സ്റ്റെപ്സ്, ലിമിറ്റേഷൻസ് എല്ലാവരും നോക്കി വയ്ക്കുക. സ്റ്റെപ്സ് വളരെ സിമ്പിളാണ്. സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പെർഫോമൻസ് മെഷർ ചെയ്യുക, അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ഡിറ്റർമൈൻ ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക. ഡിറ്റർമൈൻ്റെ ആ പെർഫോമൻസിൻ്റെ കമ്പാരിസൺ എടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ CPM ആണ്. മോഡേൺ മെത്തേഡ്സ് വരുന്നുണ്ട് അതിനകത്ത്. CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ് CPM. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ചാപ്റ്റർ 9 ഡയറക്ഷൻ ആൻഡ് കോർഡിനേഷൻ ആണ്. അതിൽ സൂപ്പർവിഷൻ, അതിൻ്റെ സൂപ്പർവൈസർ, നല്ലൊരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ലീഡർക്കും അതുപോലെ തന്നെ സൂപ്പർവൈസറിനൊക്കെ ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും ചെയ്താൽ മാനേജറൽ ക്വാളിറ്റീസ്, ടെക്നിക്കൽ സ്കില്ല്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതെല്ലാം നല്ലൊരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ്. പിന്നെ കോർഡിനേഷൻ, അതിൻ്റെ ടെക്നിക്സ്, ഇമ്പോർട്ടൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അത്രയാണ് ആ ചാപ്റ്ററിൽ നോക്കേണ്ടത്. പിന്നെ ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റനോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ച് വയ്ക്കുക. അപ്പോൾ എത്തിക്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ബ്രീഫായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഒബ്ജക്റ്റീവ്സും അതുപോലെ ഫീച്ചേഴ്സും എത്തിക്സ് എന്താണെന്നുള്ളതും എല്ലാവരും പഠിച്ച് വയ്ക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, ആ എത്തിക്സ് എന്ന് പറയുന്ന ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വയ്ക്കുക, റെസ്പോൺസിബിലിറ്റി ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്സ്, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CSR ആക്ടിവിറ്റീസ്, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അത് പഠിക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് പറയുന്നത് എമർജിങ് കോൺസെപ്റ്റ് ഇൻ മാനേജ്മെൻ്റ് ആണ്. അതിനകത്ത് കൈസൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റിൽ ഷുവറായിട്ടും ചോദിക്കും. കൈസൻ, അതായത് വിച്ച് മീൻസ് ചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് 2 ക്യാരക്ടേഴ്സ് ഇൻ ജപ്പാനീസ്, കൈ വിച്ച് മീൻസ് ചേഞ്ച് ആൻഡ് സെൻ വിച്ച് മീൻസ് ഗുഡ്. അതായത് ചേഞ്ച് ഗുഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നല്ല രീതിയിൽ നമ്മൾ ചേഞ്ച് വരുത്തുക, അതാണ്
കൈസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചേഞ്ചസ് ഇൻ ഫോർ ഗുഡ്, നല്ലതിന് വേണ്ടി ചേഞ്ച്, അതാണ് കൈസൺ എന്ന് പറഞ്ഞാൽ. അതൊന്ന് പഠിച്ചു വയ്ക്കുക എല്ലാവരും, അത് ഉറപ്പായിട്ടും വരും. അതിൻ്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2 മാർക്ക് ക്വസ്റ്റിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആരും പഠിക്കാതിരിക്കരുത്, അത് ഷുവറായിട്ട് വരുന്നൊരു ഏരിയ ആണ്. TQM അതിൻ്റെ അഡ്വാൻറ്റേജും പഠിക്കാം. പിന്നെ TPM ഉണ്ട്, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ്. TQM നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ ISO ആണ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ് ISO. പല ഇതുണ്ട്, 9001 to 2008 വരെയുണ്ട്, 9000 to അത്രയും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ ലെവൽസ് ഓഫ് ചേഞ്ച് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഏരിയാസ് നന്നായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. ബാക്കി ഒരുപാടുണ്ട് ഇതിനകത്ത്, ടെക്സ്റ്റ് ബുക്ക് വളരെ വാസ്റ്റാണ്. ഞാൻ പറഞ്ഞ ഏരിയാസ് നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതിന് ഷുവറായിട്ടും ഒരു 80-90% ഏരിയാസ് ഞാൻ പറഞ്ഞ പോർഷനിൽ നിന്നായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക. 2 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ വലിച്ചു വാരുന്ന എഴുതണ്ട, അതിനുള്ള ആ ഒരു ആൻസർ മാത്രം എഴുതുക. 5 മാർക്ക് അതിനുള്ളൊരു ആൻസർ ഉണ്ടായിരിക്കണം മിനിമം. ഒരു സൈഡെങ്കിലും നിങ്ങൾ മിനിമം എഴുതി, മിനിമമാണ് ഞാൻ പറഞ്ഞത്, ഒരു പുറമെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഒരു 10 മാർക്ക് ക്വസ്റ്റൻ ആണെങ്കിൽ മിനിമം 2 സൈഡെങ്കിലും, ഒരു പേജിൻ്റെ 2 സൈഡെങ്കിലും മിനിമമാണ് പറഞ്ഞത്, അതിലും കൂടുതൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ആൻസർ എഴുതുക. അപ്പോൾ നാളെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് എക്സാം എഴുതുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരും തന്നെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്കറിയാം സെക്ഷൻ A, സെക്ഷൻ B നിങ്ങളുടെ സീലിംഗ് പാറ്റേൺ ആണ്. സെക്ഷൻ Aയിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം, എല്ലാ ക്വസ്റ്റിനും വാല്യൂ ചെയ്യും. അതിന് കിട്ടുന്ന മാർക്ക് എല്ലാം കൂടി കൗണ്ട് ചെയ്തിട്ട് മാക്സിമം മാർക്ക് അതാണ് നിങ്ങൾക്ക് ഇടുക. അതുപോലെ തന്നെ സെക്ഷൻ Bയിലാണെങ്കിലും എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. സെക്ഷൻ Cയിൽ മാത്രമാണ് എന്ത് ചെയ്യുക, 2 ക്വസ്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ അതിൽ ഹയസ്റ്റ് മാർക്കുള്ള 2 ക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ 2 ആൻസറിൻ്റെ ആയിരിക്കും മാർക്ക് കൺസിഡർ ചെയ്യുക. 3ഉം വാല്യൂ ചെയ്യും. ആ 3 ഹയസ്റ്റ് മാർക്ക് വരുന്ന 2 മാർക്കുകളായിരിക്കും നമ്മൾ എക്സാമിന് നമ്മൾ ടോട്ടൽ കൗണ്ട് ചെയ്യുക. അപ്പോൾ സെക്ഷൻ Aയും സെക്ഷൻ Bയും എല്ലാവരും അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക. അത് സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ പാസ്സാവാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.